അഹമ്മദാബാദ് വിമാനാപകടത്തിൽ ബ്ലാക്ക് ബോക്സ് കിട്ടിയതിന് ശേഷം അതിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയാം എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഞാൻ ആ വീഡിയോ അവസാനിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം ബ്ലാക്ക് ബോക്സ് കിട്ടി, എന്നാൽ ആ ബ്ലാക്ക് ബോക്സ് തകരാറിലായി എന്നുള്ള വാർത്തയാണ് നമുക്കറിയാനായിട്ട് സാധിക്കുന്നത്. ബ്ലാക്ക് ബോക്സിൻ്റെ നിർമ്മാണ ഘട്ടത്തിൽ എത്രത്തോളം വലിയ ഹെവി ലെവലിലുള്ള ഫയർ ലെവലിലായാൽ തന്നെയും അതിനെ അതിജീവിക്കുന്ന രീതിയിലാണ് അതിൻ്റെ നിർമ്മാണ ഘടന. പല പല ലെയറുകളിൽ പല പല പരീക്ഷണങ്ങൾക്കും ശേഷമാണ് ഒരു ബ്ലാക്ക് ബോക്സ് നിർമ്മിക്കാറുള്ളത്. അതുപോലെ വെള്ളത്തിനടിയിൽ വീണ് കഴിഞ്ഞാൽ അതിലേക്ക് അതിൻ്റെ വാർത്ത ശേഖരണത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത രീതിയിലുമാണ് അതിൻ്റെ നിർമ്മാണം ഉണ്ടാക്കുന്നത്. അതേതൊക്കെ കാലാവസ്ഥയിലായാലും, മഞ്ഞിലായാലും, ഏത് തരത്തിലുള്ള അവസ്ഥയിലായാലും അതിൽ ശേഖരിക്കപ്പെടുന്ന വാർത്തകൾ, വിവരങ്ങൾ ഫ്ലൈറ്റിൻ്റെ തന്നെ പലതരത്തിലുള്ള, പല സ്ഥലങ്ങളിലുള്ള, പല ഭാഗങ്ങളിലുള്ള വിശദമായിട്ടുള്ള വിവരങ്ങളെ ശേഖരിക്കുവാൻ തക്കവണ്ണമുള്ള വാർത്താ വിവരങ്ങൾ ഇതിലേക്ക് വരുന്ന സമയത്ത് ഇതിൽ എന്തെങ്കിലും നാശനഷ്ടം, ഏതെങ്കിലും രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും അതിനെ തരണം ചെയ്യുന്ന രീതിയിലാണ് പല പരീക്ഷണങ്ങൾ നടത്തിയതിന് ശേഷമാണ് ഓരോ ബ്ലാക്ക് ബോക്സും നിർമ്മിക്കപ്പെടുന്നത്. ബ്ലാക്ക് ബോക്സ് എന്ന പേര് തന്നെ ആദ്യം വരുന്ന കാലഘട്ടത്തിൽ അതിൻ്റെ നിറം ബ്ലാക്ക് തന്നെയായിരുന്നു. പിന്നീടാണത് ഓറഞ്ച് ലെവലിലേക്ക് മാറിയതും അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമാണ് പുറത്തേക്ക് തള്ളി നിൽക്കുന്നത്. ആ ഭാഗത്തിന് നാശനഷ്ടം ഉണ്ടായാലും പ്രശ്നമുണ്ടാകുന്നില്ല. പക്ഷേ അകത്ത് ശേഖരിക്കപ്പെടുന്ന വിവരങ്ങൾക്ക് ഒരു പ്രശ്നവും ഉണ്ടാകാതിരിക്കുവാനായിട്ടുള്ള അവസ്ഥ രൂപപ്പെടാറുണ്ട്. ഇവിടെ ബ്ലാക്ക് ബോക്സിന് പ്രശ്നങ്ങൾ പറ്റിയിട്ടുണ്ടെന്നും ആ വിവരങ്ങൾ ഇനിയും ലഭിക്കുവാനായിട്ട് കുറേയധികം കാത്തിരിക്കണമെന്നുമാണ് നമുക്കറിയുവാനായിട്ട് സാധിക്കുന്നത്. ഒരു ബ്ലാക്ക് ബോക്സ് കിട്ടിയാൽ തന്നെയും അത് ഒരു ദിവസം കൊണ്ട് നമുക്കൊരു റെക്കോർഡ് ഓഡിയോ പോലെ പെട്ടെന്ന് കിട്ടുന്നൊരു സംഗതിയല്ല. അതിൻ്റെ വിവരങ്ങൾ പലതരത്തിലുള്ള ശേഖരണ ശാസ്ത്രീയ ലെവലായതുകൊണ്ട് തന്നെ അതിലെ ഓരോ ലെയറും തിരിച്ച് എടുക്കുമ്പോൾ തന്നെ അതിന് മാസങ്ങളുടെ സമയം സാധാരണ ഉണ്ടാകാറുണ്ട്. പക്ഷെ നമുക്കറിയാം, വിദഗ്ധരായിട്ടുള്ള വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള എയർപ്ലെയിൻ എഞ്ചിനീയർ വിഭാഗത്തിലുള്ളവരെക്കാട്ടിലും ഫേസ്ബുക്ക്, വാട്സപ്പ്, യൂട്യൂബ് പോലുള്ള അതർ സോഷ്യൽ മീഡിയയിലൂടെ കൂണുപോലെ മുളച്ചു വരുന്ന ശാസ്ത്ര വ്യക്തികളെ നമുക്ക് കാണുവാനായിട്ടും അവരുടെ ഊഹാഭോഗങ്ങൾ 100-ലധികം അല്ല 1000-ലധികമായിട്ട് വരുന്നതായിട്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അവർ ഓരോരുത്തരും എഞ്ചിനീയർമാരായിട്ട് മാറുകയാണ്. പക്ഷേ ആ പറയുന്നതിൽ എത്രത്തോളം ശരിയുണ്ടെന്നുള്ളത് പിന്നീടുള്ള സമയത്ത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്തിനേറെ ഈ ബ്ലാക്ക് ബോക്സ് കിട്ടിക്കഴിഞ്ഞ് ഈ വിവരങ്ങൾ വന്നതിന് ശേഷം എത്ര വിമാനാപകടത്തിൻ്റെ യഥാർത്ഥ ലെവൽ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ഈ സമയത്ത് ഈ ദുരന്തം പറ്റിയ വ്യക്തികൾക്കും അവരുടെ ബന്ധുക്കൾക്കും മാത്രമാണ് അവിടെ നഷ്ടം ഉണ്ടാകുന്നത്. കാഴ്ചക്കാരായിട്ടുള്ളവർക്ക് അതൊരു വാർത്തയും അനുഭവപ്പെടുന്ന വ്യക്തികൾക്ക് അത് ദുരന്തവുമായിട്ട് മാറുന്നതാണ് കാഴ്ച നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. ഇപ്പം വളരെയധികം തീവ്ര മനോവിഷമത്തോടെ പറയുന്ന വ്യക്തികൾ പോലും കുറേ മാസങ്ങൾക്ക് ശേഷം, വർഷങ്ങൾക്ക് ശേഷം ഈ വിഷയമേ മറന്നു പോവുകയും പിന്നീട് തെരഞ്ഞെടുപ്പോ അല്ലെങ്കിൽ മറ്റ് പ്രകൃതി ദുരന്തമോ വരുന്ന സമയത്ത് എത്രയോ വിമാനാപകടങ്ങൾ നടക്കുന്നു, ആക്സിഡൻറ്റ് നടക്കുന്നു എന്നുള്ളൊരു ലെവലിലേക്കായിരിക്കും പോകുന്നത്. നഷ്ടപ്പെട്ടത് അതിൽ ഉണ്ടായിരുന്ന വ്യക്തികൾക്ക് മാത്രം. ഇവിടെ അഹമ്മദാബാദ് വിമാനാപകടത്തിൽ രക്ഷപ്പെട്ട വിശ്വാസ് കുമാർ പറഞ്ഞത് തന്നെ നമുക്ക് കേൾക്കാം. അദ്ദേഹത്തിൻ്റെ സംസാരം തന്നെ ഇതിൽ അദ്ദേഹത്തിൻ്റെ നടപ്പ്, അദ്ദേഹം രക്ഷപ്പെട്ടു വന്നപ്പോൾ ഫോണും പിടിച്ചുകൊണ്ട് നടന്നു വന്നത്, അതിനുശേഷം അദ്ദേഹം സംസാരിച്ച വിഷയത്തെക്കുറിച്ച് വെറും 1 GB ഡാറ്റയും അല്ലെങ്കിൽ ഒരു തുക്കട ഫോണും വെച്ചുകൊണ്ട് ഓരോ വ്യക്തികൾ അദ്ദേഹത്തെ കളിയാക്കി സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാനായിട്ട് പല മാധ്യമങ്ങളിലൂടെ നമ്മൾ കണ്ടതാണ്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കമൻസിലൂടെ നമ്മൾ കണ്ടതാണ്. ഒരു ഓട്ടോമാറ്റിക്
വണ്ടി, ടു വീലർ അല്ലെങ്കിൽ അതുപോലുള്ള വണ്ടി തന്നെ ഒരു അപകടത്തിൽ പെടുന്ന സമയത്ത് ഉണ്ടാകുന്ന അവസ്ഥ, ആ ഭീതി ലെവൽ ഒരു മനുഷ്യന് അനുഭവപ്പെടുന്നത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോഴാണ് ഇത്രത്തോളം ഭീകരമായിട്ടുള്ള ഒരവസ്ഥ, അപകടം നടക്കുന്ന സമയത്ത് അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെട്ടു എന്നുള്ള അവസ്ഥ ആ സമയത്ത് ആ വ്യക്തി അനുഭവപ്പെടുന്ന മനോനിലയിൽ, ആ സമയത്ത് അദ്ദേഹത്തിനോട് സഡൻലി ചോദിക്കുന്ന സമയത്ത് സംസാരിക്കുന്ന വാർത്തകൾ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ നടന്നു വരവിനെ ഈ രീതിയിലൊക്കെ സംസാരിച്ച് വിരൂപമാക്കേണ്ട കാര്യമുണ്ട്. ആ രക്ഷപ്പെട്ട വ്യക്തിയുടെ സംസാരത്തിലേക്ക് തന്നെ പോകാം. ടേക്ക് ഓഫ് ചെയ്ത 1 മിനിറ്റിനുള്ളിൽ സംഭവിച്ചത് വിശ്വാസിൻ്റെ നാവിൽ നിന്ന് വന്നത് തന്നെ നമുക്ക് മലയാളം വേർഷനിലൂടെ കാണാം. ടേക്ക് ഓഫ് ചെയ്ത ശേഷം സഡൻലി 5-10 സെക്കൻഡോളം ഫ്ലൈറ്റ് സ്റ്റക്കായി നിന്ന പോലെ അനുഭവപ്പെട്ടു. അതിനുശേഷം ഫ്ലൈറ്റിനുള്ളിൽ ഗ്രീൻ ലൈറ്റും വെള്ള ലൈറ്റും മാത്രം ഓണായി. പിന്നീട് കൂടുതൽ ഉയരത്തിൽ പറത്താനായി സ്പീഡ് കൂട്ടി നോക്കിയിട്ടുണ്ടാകാം പൈലറ്റ്. ആ സ്പീഡോടെ താഴെ വീണു. അത് ഹോസ്റ്റലിൽ വീണു. ഇതെല്ലാം എൻ്റെ കണ്ണിന് മുൻപിലാണ് സംഭവിച്ചത്. എനിക്ക് തന്നെ ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഞാൻ അതിൽ നിന്ന് എങ്ങനെ ജീവനോടെ പുറത്തു വന്നു എന്ന്. കാരണം എനിക്ക് സ്വയം തോന്നി ഞാനും ഏതാനും നിമിഷത്തിനുള്ളിൽ മരിക്കാൻ പോവുകയായിരുന്നു. പക്ഷെ ഞാൻ കണ്ണ് തുറന്ന് നോക്കിയപ്പോൾ മനസ്സിലായി ഞാൻ മരിച്ചിട്ടില്ല. അങ്ങനെ ഞാൻ ശ്രമിച്ചതിൻ്റെ ഫലമായി സീറ്റ് ബെൽറ്റ് അഴിക്കുവാനായിട്ട് സാധിച്ചു. അങ്ങനെ ശ്രമിച്ചതിൻ്റെ ഫലമായി പുറത്ത് കടക്കുവാൻ പറ്റി. എൻ്റെ കണ്ണിന് മുമ്പിൽ വെച്ചാണ് എയർ ഹോസ്റ്റസും ആൻറ്റിയും അങ്കിളും മരണപ്പെടുന്നത്. എൻ്റെ കണ്ണിന് മുമ്പ് വെച്ച് തന്നെ ഇതെല്ലാം ഞാൻ കാണുന്നു. फ्लाइट जब क्रैश हुई उस समय हॉस्टल पे लैंड की थी, उसी समय आप बाहर निकले थे? क्योंकि आज ഓർക്കണം, ആ വളരെ ചുരുങ്ങിയ നിമിഷത്തിനുള്ളിലാണ് ഇത് സഡൻലി സംഭവിക്കുന്ന ഒരു സംഭവമാണ്. അല്ലാതെ നമുക്കൊരു സാവകാശം കിട്ടുന്ന ഒരവസ്ഥയല്ല. നമ്മുടെ തലച്ചോറിലേക്ക് അല്ലെങ്കിൽ മെമ്മറിയിലേക്ക് കാര്യങ്ങളെ എത്തുന്നതിന് മുമ്പായിട്ട് ഓരോന്നോരോന്നായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം പറയുന്ന കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കൺമുമ്പിൽ വെച്ചാണ് ആൻറ്റിയും അങ്കിളും മരണപ്പെടുന്നത് കാണുന്നു. ഏതോ ഒരു ആൻറ്റിയും അങ്കിളും, ഇദ്ദേഹത്തിൻ്റെ ആൻറ്റിയും അങ്കിളല്ല, ഇദ്ദേഹത്തിനൊരു സഹോദരൻ ഉണ്ടായിരുന്നു, അദ്ദേഹത്തെ തിരഞ്ഞിരുന്നു. അദ്ദേഹം പിന്നീട് മരണപ്പെട്ടതായിട്ടാണ് അറിഞ്ഞത്. അതോടൊപ്പം എയർ ഹോസ്റ്റസ് ആ തീയിൽ വെന്ത് മരിക്കുന്നതും അയാൾ കണ്ടു എന്നാണ് അവിടെ പറയുന്നത്. ഫ്ലൈറ്റ് അപകടത്തിൽപ്പെടുന്ന സമയത്ത് ഹോസ്റ്റലിൻ്റെ മുകളിലേക്ക് എത്തപ്പെടുന്ന സമയത്താണോ താങ്കൾ രക്ഷപ്പെട്ടത് എന്ന് ചോദിക്കുമ്പോൾ അല്ല, ഞാൻ സൈഡ് വശത്താണ് ഇരുന്നത്. ആ സൈഡ് വശം ചേർന്ന ഫ്ലൈറ്റിൻ്റെ പോർഷൻ ഹോസ്റ്റലിലേതല്ല ലാൻഡ് ചെയ്തത്. ഹോസ്റ്റലിൻ്റെ മുൻപ് വശത്തുള്ള തറയിലാണ് ഞാനിരുന്ന ഫ്ലൈറ്റിൻ്റെ മുൻഭാഗം ചെന്ന് ലാൻഡ് ചെയ്തത്. അത് കാരണം ഫ്ലൈറ്റിൻ്റെ പിൻഭാഗത്തിരുന്നവരെയോ കുറിച്ച് എനിക്കറിയില്ല. താഴെ വീണ സ്ഥലത്ത് സൈഡിൽ സ്പേസ് ഉണ്ടായിരുന്നു. ഫ്ലൈറ്റിൻ്റെ വെളിയിൽ സ്പേസ് ഉണ്ടെന്ന് ഞാൻ കണ്ടു. ഡോർ പൊളിഞ്ഞ് കിടന്നതുകൊണ്ട് മനസ്സിലായി. ട്രൈ ചെയ്തു രക്ഷപ്പെടാൻ വേണ്ടി. അതുവഴി ഞാൻ രക്ഷപ്പെട്ടു. ഞാൻ രക്ഷപ്പെട്ടതിൻ്റെ ഓപ്പോസിറ്റ് വശത്ത് കെട്ടിടത്തിൻ്റെ ചുമരുള്ളത് കാരണം ആ വശത്തുള്ള ഡോർ തുറന്ന് രക്ഷപ്പെടാൻ അവർക്ക് പറ്റിയിട്ടുണ്ടാവില്ല. ഫ്ലൈറ്റിൻ്റെ ആ ഡോർ സൈഡ് കെട്ടിടത്തിൽ ഇടിച്ചാണ് നിന്നത്. ഞാൻ ഇറങ്ങിയ വശത്ത് മാത്രമേ സ്പേസ് ഉണ്ടായിരുന്നുള്ളൂ. എന്നിരുന്നാൽ തന്നെയും ഞാൻ എങ്ങനെയാണ് രക്ഷപ്പെട്ടതെന്ന് എനിക്ക് തന്നെ അറിയില്ല. അവിടെ തന്നെ എൻ്റെ കൺമുൻപിലാണ് എല്ലാ എയർ ഹോസ്റ്റസും ആൻറ്റിമാരൊക്കെ ആ വിമാനത്തിൽ
അതായത് എൻ്റെ കൺമുമ്പിൽ, അതായത് ഞാൻ കാണുന്ന ഭാഗത്തുള്ളവർ വെന്തു മരിക്കുന്നത് ഞാൻ കാണുവാനായിട്ട് സാധിക്കുന്നത്. താങ്കൾ നടന്നാണോ പുറത്തു വരുന്നതെന്ന് ആ ചോദ്യകർത്താവ് ചോദിക്കുന്നുണ്ട്. അതെ, തീപിടുത്തത്തിൽ എൻ്റെ ലെഫ്റ്റ് ഹാൻഡ് കുറച്ച് പൊള്ളിയിട്ടുണ്ട്, പൊള്ളലേറ്റിട്ടുണ്ട്. उधर ही सब। आप पैदल चल के आए वहां से? हाँ, और थोड़ा जब आग लगी ना, मेरा लेफ्ट हैंड भी जल गया थोड़ा। फिर एम्बुलेंस मेरे को उठा लेके, പിന്നീട് അവിടുന്ന് ആംബുലൻസിൽ ഇവിടെ എത്തിക്കുകയായിരുന്നു, ഹോസ്പിറ്റലിൽ. फिर एम्बुलेंस मेरे को उठा लेके इधर आया हॉस्पिटल में। വിശ്വാസി രക്ഷപ്പെട്ടതിന് ശേഷം മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം തന്നെ പറയുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലായത്. ഇതെല്ലാം സഡൻലി വിതിൻ സെക്കൻഡ് ലെവലിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണെന്നാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് മനസ്സിലാക്കുന്നത്. കാഴ്ചക്കാർക്ക്, പ്രേക്ഷകർക്ക്, ഈ വിഷയം മനസ്സിലാക്കാത്തവർക്ക്, ആരോഗ്യമുള്ള ശരീരത്തോടും മനസ്സോടും ഇരിക്കുന്നവർക്കും ഇവരുടെ വിഷമതകളെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആ സിറ്റുവേഷനിലേക്ക് നമ്മൾ മനസ്സുകൊണ്ടെങ്കിലും എത്തിപ്പെടേണ്ടതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു.